ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പെൻ പാലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ബ്ലൂ എഡിഷനാണ് പെൻ പാലിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അല്ലേ പെൻ പാലിംഗ്. അപ്പോൾ ആദ്യം ഞാനൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുന്നുണ്ട്. നോർമൽ ഒരു പേപ്പർ എടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊന്ന് പേപ്പർ എടുക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക. അതായത് ആ ചുളിവൊക്കെ കാണും, അപ്പോൾ അതൊന്ന് കീറി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതങ്ങ് നിന്നോളും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നല്ലതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ പേപ്പറാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, ബ്ലൂ എഡിഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല പ്രിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. പാറ്റേൺ പേപ്പർ ആയാലും അടിപൊളി പാറ്റേൺ പേപ്പേഴ്സാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പേപ്പറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്ക്വയർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും മുകളിലും താഴെയും വെക്കാനായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിനെ ഹാഫ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കൈ വെച്ച് ടിയർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് രണ്ട് സൈഡിലായിട്ടും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നോർമലി ഒട്ടിച്ചാൽ മതി കേട്ടോ. അതിന് അങ്ങനെ നോർമലായിട്ടങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് താഴെയും ഒന്ന് മുകളിലുമായിട്ടാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അത് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ആ ഒരു ഗ്ലൂ അത് ഇതിനകത്തുനിന്ന് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നു. ഓക്കെ, അപ്പോൾ ഇത് താഴെയും മുകളിലുമായിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. മനസ്സിലായില്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഞാൻ ചെയ്യുന്നതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നല്ലതായിട്ട് തേക്കുന്നുണ്ട് ഞാൻ. കൂടി ഞാനൊന്ന് എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു നെയിം പോലത്തെ ഒരു സാധനം, അതൊരു ഹെഡിങ് പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. ലെറ്ററൊക്കെ എഴുതി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മളിതിനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മടക്കി കൊടുത്തതിന് ശേഷം വാക്സ് ഉള്ളവർക്കാണെങ്കിൽ വാക്സ് സീൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ വാക്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു റോസ് പോലത്തെ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഗ്ലൂ ഒട്ടിക്കണം. സ്റ്റിക്കർ ടൈപ്പ് അല്ല ഇത്, ബാക്കിൽ ഗ്ലൂ ഇല്ല, അപ്പോൾ സ്റ്റിക്കി പാർട്ടല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എണ്ണമായിരുന്നു ആദ്യം എടുത്തത്. ഇത് ബ്ലൂ അല്ല, പിങ്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു രസമില്ലായിരുന്നു. എൻ്റെ കയ്യിൽ വേറെ എൻവലപ്പൊന്നും ഇല്ലായിരുന്നു. ഇത് ഞാൻ സ്റ്റേഷനറി ഹോളിലെ വീഡിയോയിൽ ഞാനിത് ഫുള്ള് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു എൻവലപ്പ്. ഇത് പിങ്കിലാണ് ഇരിക്കുന്നത്, ബ്ലൂ തീമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലെറ്ററൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്നൊരു ചെറിയൊരു ഹെഡിങ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ഫോണ്ടാക്കാൻ ഞാൻ നോക്കിയതാണ്, എത്രത്തോളം ശരിയായെന്നൊന്നും അറിഞ്ഞുകൂടാ.
ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി കഴിഞ്ഞു. ഇനി അത് ഇടാനൊരു എൻവലപ്പ് വേണ്ട. അപ്പോൾ എൻവലപ്പ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻവലപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈസിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഡിസൈൻ വരുന്ന അല്ലെങ്കിൽ ഒരു പാറ്റേൺ വരുന്ന ഭാഗം ഫ്രണ്ടിലാക്കുക, അതായത് പുറമേ വരുത്തുക. അതിനുശേഷം അകത്തേക്ക് ഈ ഒരു ത്രികോണം പോലെ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് താഴെ ഉള്ള ആ ഒരു പേപ്പറില്ലേ അതിനെ മുകളിലേക്കാക്കി കൊടുക്കുക. ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഗ്ലൂ യൂസ് ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പേപ്പർ വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇടാനുള്ള സാധനം വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വെക്കുമ്പോൾ അതിൻ്റെ അകത്തും കൂടെ ഗ്ലൂ ആവും. അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എൻവലപ്പ്. അതിൻ്റെ ആവശ്യമുള്ളത് അതിൻ്റെ അകത്തേക്ക് ഇട്ടും കൂടെ കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു എൻവലപ്പ് തന്നെയായി. അപ്പോൾ ഇതായിരുന്നു സംഭവം. ഈസിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്കിപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ കുറച്ച് ഗിഫ്റ്റും കൂടെ കൊടുക്കണ്ടേ. അപ്പോൾ ഗിഫ്റ്റിനാണ് ഇത്. ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതിനെ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഈ ഡിസൈൻ വേണ്ട പാറ്റേണുള്ള പേപ്പറൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മാർക്ക് വരത്തില്ല. ആ ഒരു രണ്ടായിട്ട് മടക്കുമ്പോൾ അവിടെ ഒരു മാർക്ക് വരത്തില്ല. അവിടെയും കൂടെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ്, അതിൻ്റെ അകത്തുള്ള കുറച്ച് കാർഡ്ബോർഡ് പോലത്തെ പീസസ് ഇല്ലേ, അതെല്ലാം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് കാർഡ് ഉണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അതൊക്കെ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് യു ആർ സോ ബ്യൂട്ടിഫുൾ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ആവശ്യമുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ പാറ്റേൺ പേപ്പർ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള കുറച്ച് പാറ്റേണിൽ നിങ്ങളൊന്ന് വരച്ച് കൊടുത്താൽ മതി. ഈസി ആയിട്ട് പാറ്റേൺ പേപ്പർ റെഡിയാവും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പാറ്റേൺ പേപ്പർ കുറച്ച് ആവശ്യമൊക്കെ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു 24 കളറിലുള്ള മാർക്കേഴ്സാണ്. ഇത് പെർമനൻറ്റ് മാർക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഡിസൈൻസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലൈൻസൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊന്ന്, അതായത് ക്രോസിന് വരയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. ലൈൻ നേരെ സ്ട്രൈറ്റ് ലൈൻസ് ആദ്യം മേളിലോട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് ക്രോസാക്കി വരച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നോർമലി ഞാൻ എൻ്റെ സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി ഞാനൊന്ന് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പാറ്റേൺ പേപ്പർ ഇത് തന്നെ ആയി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഹാർട്ടൊക്കെ വരച്ചതിന് ഇച്ചിരി കൂടെ ക്യൂട്ടാക്കാൻ നോക്കുവാണ്. അപ്പോൾ ഇത് ക്യൂട്ടായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നും ഞാനിങ്ങനെ കുറച്ച് അധികം ഹാർട്ട് ഞാനിപ്പോൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹാർട്ട് വേണോ അത്രയും വരച്ച് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ ബ്ലൂ തീം ആയതുകൊണ്ട് അതൊന്ന് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് രണ്ട് എക്സാമ്പിൾസാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണുള്ളത്. ബ്ലൂ തീമിൽ തന്നെ കുറച്ച് ഹാർട്ട്, രണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ രണ്ടും ബ്ലൂ തീം തന്നെയാണ്, കാരണം നമ്മൾ പെൻ പാലിങ്ങും ബ്ലൂ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടും ബ്ലൂ പ്രിഫർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ഏത് തീമിലാണോ നിങ്ങൾ ചെയ്യുന്നത് ആ തീമിൽ നിങ്ങൾക്ക് പാറ്റേൺ പേപ്പറും ചെയ്യാം. വെറുതെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു പേപ്പറും മാർക്കറും ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വേവി ലൈൻസാണ് വരച്ച് കൊടുക്കുന്നത്, ഒട്ടും ശരിയായിട്ടില്ല എന്നാലും. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഡാർക്കാണ്, മുമ്പത്തേനെ കാട്ടി ഇച്ചിരി കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂ ആണ്. അപ്പോൾ മുകളിലേക്ക് കുറച്ച് സ്ട്രൈറ്റ് അല്ല വേവി ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അവ ഇടയ്ക്ക് വരുന്ന ഭാഗങ്ങളും കൂടെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കെല്ലാം കൂടെ ഒരു കുഞ്ഞൊരു എൻവലപ്പിലാക്കി പാക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എൻവലപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾ വെക്കുന്നതിൻ്റെ സൈസിനനുസരിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ പിങ്ക് എൻവലപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം അത് ഒരു തീമിനോട് ചേരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു എൻവലപ്പ് എടുത്തു, നോർമൽ ഒരു എൻവലപ്പ് എടുത്തു. അപ്പോൾ അതായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ നോർമൽ ആയിട്ട് നിൽക്കും, അല്ലാതെ തീമിനോട് ചേരാതെ ഇന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. നോർമൽ എൻവലപ്പല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ തോന്നി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു പാക്കറ്റിൽ വെക്കാം. നിങ്ങൾക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഉണ്ടാക്കുവാണ്, കാരണം ഇത്രയും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു ജസ്റ്റ് ഒരു നോർമൽ ഒരു പാറ്റേൺ പേപ്പർ എടുക്കുക. അപ്പോൾ ഞാനിത് മുമ്പത്തെ സ്റ്റേഷനറി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രിൻ്റഡ് ഷീറ്റ്സൊക്കെ ഉണ്ട്. ഇത് ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പറാണ്, അതുകൊണ്ട് തന്നെ നല്ല സൈസുണ്ട്. ഇത് അളക്കുമ്പോഴായിരിക്കും സൈസ് അറിയുന്നത്, ഈ ഒരു സൈസ് അല്ല. അപ്പോൾ ഇത് നമ്മളെന്തായാലും ഇതിൻ്റെ സൈസ് റിയലി കാണാൻ പറ്റും നല്ലതായിട്ട്. അപ്പോൾ ഇതുപോലെ സൈഡിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വീതിയിൽ കിട്ടും. അപ്പം ഞാനിതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്കിതിനെ രണ്ടായിട്ട് രണ്ട് ഇതായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെക്കുന്നത് അതിൻ്റെ സാധനങ്ങളുടെ സൈസിനനുസരിച്ചിരിക്കും. അതായത് ലെറ്ററിൻ്റെ സൈസ് അല്ലെങ്കിൽ ഗുഡീസാണ് ഏറ്റവും സൈസ് കൂടാറുള്ളത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ സൈസ് അനുസരിച്ച് ആ ഒരു പാക്കറ്റും ഉണ്ടാക്കുക. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് വെച്ചിട്ട് ഞാനതിനെ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഹാഫായിട്ട് മടക്കുമ്പോൾ അതിൻ്റെ അകത്തും കൂടെ കുറച്ച് ഗ്ലൂ ആക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ എന്താ ഗ്ലൂ എടുക്കുന്നുണ്ട്, ഫെവിക്കോൾ, നോർമൽ ഫെവിക്കോളാണ് എടുക്കുന്നത്. അതിൻ്റെ അകത്തും പിന്നെ താഴെയും പിന്നെ റൈറ്റ് സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ ഇപ്പോൾ ഒട്ടിക്കുന്നില്ല കേട്ടോ, അത് നന്നായിട്ടൊന്ന് ഈ സാധനം പിന്നെ വെച്ചാൽ മതി. അതായത് അല്ലെങ്കിൽ ഒട്ടിപ്പോവും രണ്ടുമായിട്ട്, അതായത് താഴത്തെ ആയിട്ടങ്ങ് ഒട്ടിപ്പോവും, സൈഡും ഒക്കെ ആയിട്ടങ്ങ് ഒട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ മുകളിലത്തെ സൈഡിൽ കൂടെയാണ് ഞാൻ അത് ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിനൊന്ന് നോർമലി ഇടുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പാക്കിങ്ങും ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഗിഫ്റ്റ് വെച്ചു, പിന്നെ ക്വസ്റ്റ്യൻസ് വെച്ചു, പിന്നെ ലെറ്റർ വെച്ചു. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അതിനെ നമ്മൾ ക്ലോസ് ചെയ്യാം. അതിൻ്റെ ആവശ്യം ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റി ആയിരിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് വലിയ ലാഗാണ്, നല്ലതായിട്ട് ലാഗാകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത്രയേ ഉള്ളൂ, രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.